അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസത്തിലായി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനായ റബ്ബ് ഹൈറായ അനുയോജ്യമായ ജോലി എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലി അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്ക് അനുയോജ്യരായ ഇണകളെ അല്ലാഹു തആല അടുപ്പിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്നവരും കാണുന്നവരും ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലുകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. അതിനൊക്കെ മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും കൃത്യം രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും ആ മജ്ലിസിൽ പങ്കെടുക്കുക. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറിയ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ആളുകളെ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ തീർക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് എല്ലാ ദിവസവും കൃത്യം 2 മണിക്ക് നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് ലഭിക്കും. അതൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം വളരെയധികം നാമൊക്കെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നാമൊക്കെ ജീവിതത്തിൽ ഉറങ്ങുന്നവരാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം ചൊല്ലേണ്ട 4 ദിക്റുകളുണ്ട്. 4 ദിക്ർ, വളരെ പ്രധാനപ്പെട്ട 4 ദിക്റുകളാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളാണ്. ഈ ദിക്ർ ഒരാൾ അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് ചൊല്ലി ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഉറക്കം വരാത്ത ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉറക്കം അവർക്ക് ലഭിക്കും. മാത്രമല്ല, ഒരുപാട് സൗഭാഗ്യങ്ങൾ നേരം വെളുക്കുമ്പോഴേക്കും അവനെ തേടി വരുമെന്ന, അവന്റെ അടുക്കലേക്ക് തേടി വരും. അവൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സൗഭാഗ്യം അവരിലേക്ക് കടന്നു വരും. അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊക്കെ ഈ 4 ദിക്റുകൾ ചൊല്ലി കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ അടുക്കളയിലേക്ക് ചെന്നാൽ അവർക്ക് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. പണിയെടുക്കുന്ന സമയത്ത് അവർക്കൊരു ക്ഷീണവും അവർക്കുണ്ടാവുകയില്ല. നല്ല ഉന്മേഷവും നല്ല ആശ്വാസവും പണിയെടുക്കാൻ നല്ല ഒരു തൗഫീഖും അല്ലാഹു തആല ശരീരത്തിന് നല്ല ഖുവ്വത്തും ആരോഗ്യമൊക്കെ അല്ലാഹു തആല ഇട്ടു കൊടുക്കും. അത്രയ്ക്കും നല്ല ഉഗ്രൻ 4 ദിക്റുകളാണ് പറഞ്ഞിരുന്നത്. എല്ലാ ആളുകളും ഈ ദിക്ർ കേട്ട് പഠിച്ചു വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഫലം ലഭിക്കുന്ന, ഒരുപാട് മഹത്വം കരസ്ഥമാക്കാൻ പറ്റുന്ന ദിക്റുകളാണ്. എല്ലാ ആളുകളും കേട്ട് ശ്രദ്ധിച്ച് പഠിച്ച് നമുക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെ നാം കിടക്കണം, ഏത് രീതിയിൽ കിടക്കണം, ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം, എന്തൊക്കെ ചൊല്ലിക്കിടക്കണം എന്നൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഉറക്കം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, മരണത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലേ? മരണത്തിന്റെ വേറൊരു ഭാഗമാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കിൽ നിന്ന് നാം ഉണരുന്നു. മരണം എന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് ഉണരാതെ അറ്റമില്ലാത്ത അനന്തമായ അറ്റമില്ലാത്ത ലോകത്തേക്ക് നാം ഒക്കെ യാത്ര തുടരുന്നു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഈ മരണമാകുന്ന ഉറക്കിലേക്ക് നാം പോകുന്ന സമയത്ത് ഒരുപാട് മര്യാദകൾ നാം പാലിക്കണം. അതൊക്കെ പാലിച്ചുകൊണ്ട് നാം ഉറങ്ങണം. അതിനോടൊപ്പം ഈ 4 ദിക്റുകൾ നാം ചൊല്ലി ഉറങ്ങിയാൽ നേരം പുലരുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സഫലമായി കിട്ടും. ഒരുപാട് ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആ ഉറക്കിലൂടെ. മാത്രമല്ല
പണിയെടുക്കുന്നവർക്ക് നല്ല ഉന്മേഷവും, നേരം പുലരുമ്പോ നല്ല ഉന്മേഷത്തോടുകൂടെ നല്ല ഉഷാറോടുകൂടെ ഉണരാൻ കഴിയും. അതിന് പറ്റിയ ദിക്റുകളാണ്. അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആദ്യമായി നാം ചൊല്ലേണ്ട ദിക്ർ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെയേറെ പുണ്യം നിറഞ്ഞ ഒരു ദിക്റാണ്. നമുക്കറിയാം, യാ ഖബീറു യാ അല്ലാഹ്. കൂടെ ചൊല്ലിയേ, യാ ഖബീറു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്. ഇതിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലണം. കിടക്കാൻ നേരത്ത് നാം ചൊല്ലുന്ന സാധാരണ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിവാക്കുന്നവരുണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് 100 പ്രാവശ്യം യാ ഖബീറു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ് എന്നിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന ഈ ദിക്റിന്റെ മറ്റൊരു ഫലമാണ് പറഞ്ഞത്. നല്ല ഒരു ഉഷാറോടുകൂടെ നല്ല നിയത്തോടുകൂടെ നാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കുമെന്ന മഹത്തുക്കൾ പറയുന്നത് കാണാം. ആരുമാരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഒരു ഖൽവത്തിലിരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ യാ ഖബീറു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ എന്ന ഈ ഇസ്മ ആരെങ്കിലും ഒരാൾ 7 ദിവസം പതിവായി ഒരു സ്ഥലത്തിരുന്ന് ആരോടും സംസാരിക്കാതെ ഉളുവോടുകൂടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ച് ആരുമാരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ 7 ദിവസം തുടർച്ചയായി 100 തവണ ഈ ദിക്ർ ചൊല്ലി ഈ ഇസ്മ ചൊല്ലി അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അവനെ തേടി വരുമെന്നാണ്. അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഒരിക്കൽ നടക്കുകയില്ല എന്ന് വിചാരിച്ച പല സംഗതികളും അതൊക്കെ അവനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന, അതുപോലെ ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അവനക്ക് അറിയാൻ ഇതിലൂടെ കഴിയുമെന്ന ഇത്രയ്ക്ക് മഹത്വം നിറഞ്ഞ വലിയ അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു ദിക്റാണ് യാ ഖബീറു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ. ഈ ദിക്ർ 100 തവണ ചൊല്ലിയിട്ട് ഉറങ്ങുക. അതുകൂടാതെ പിന്നെ നാം ചൊല്ലേണ്ടത് 3 ദിക്റുകളാണ്. ഏതൊക്കെയാണ് ആ 3 ദിക്ർ? വളരെ പ്രധാനപ്പെട്ട 3 ദിക്റുകളാണ്. ഒന്നാമത്തെ ദിക്ർ സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ അത് 33 പ്രാവശ്യം ചൊല്ലണം. പിന്നെ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അത് 33 പ്രാവശ്യം. പിന്നെ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ. ഇത് 34 പ്രാവശ്യം ചൊല്ലണം. ഇത് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഒരാളും സംശയിക്കേണ്ട. ചിലപ്പോൾ ചോദിക്കും, ഇത് എവിടുന്ന് കിട്ടി, ഇത് ഏത് ഹദീസിലുള്ളതാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് കാണാം. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ പറഞ്ഞവിടത്ത് കാണാം. ഈ 3 ദിക്റുകൾ പ്രധാനമായും ചൊല്ലാൻ വേണ്ടി നമ്മെ കൽപ്പിക്കുന്നുണ്ട് നമ്മോട്. അപ്പോ ഒരാൾ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ 33 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അൽഹംദുലില്ലാഹ് 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 എന്ന് 33 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ 34, അങ്ങനെ 100 തേക്ക് 100 പൂർത്തിയാക്കുക. എന്നതിനു ശേഷം കിടന്നുറങ്ങണം. ഇത് എവിടുന്ന് കിട്ടി? ഇത് എങ്ങനെ കിട്ടിയ ദിക്റാണ്? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പണിയെടുത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം, വീട്ടു ജോലി ചെയ്ത് പണിയെടുത്ത് ക്ഷീണിച്ച് കൈയൊക്കെ പൊട്ടി, കയ്യിലുള്ള തഴമ്പുകളൊക്കെ പൊട്ടിയരിഞ്ഞിട്ട് വലിയ പ്രയാസത്തിലായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രയാസത്തോടുകൂടെ സങ്കടത്തോടുകൂടെ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയെ. എന്റെ കൈകളൊക്കെ കണ്ടില്ല നബിയെ. വീട്ടിലെ ജോലി ചെയ്ത് വീട്ടിലെ ആട്ടുകല്ല് പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടി പാചകം ചെയ്യാൻ വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആസുകല്ല് ആട്ടുകല്ലൊക്കെ പിടിച്ചിട്ട് എന്റെ കൈ നബിയെ തളർന്ന് വല്ലാതെ പൊട്ടിയളിഞ്ഞിട്ടുണ്ട്, തഴമ്പ് വന്ന് പൊട്ടിയളിഞ്ഞിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് എന്റെ വീട്ടിലൊരു ജോലിക്ക് വേണ്ടി ഒരു വേലക്കാരിയെ എനിക്ക് നബിയെ അങ്ങ് വെച്ചു തരുമോ? ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ, എന്റെ സഹോദരിമാരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്, മകളെ, നിനക്ക് ഞാൻ വേണമെങ്കിൽ ജോലിക്കാരിയെ വെച്ചു തരാം. പക്ഷേ അതിനേക്കാളും ഉത്തമമായ, അതിനേക്കാൾ ഖൈറായ ഒരു ദിക്ർ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ?
ഇത് ചെല്ലുകയാണെങ്കിൽ അതിനേക്കാളും ഉത്തമം ഇതാണ് എന്ന് പുണ്യനബി പറഞ്ഞിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ മോളെ നീ കിടക്കാൻ പോകുന്ന സമയത്ത് 2 ദിക്ർ സുബ്ഹാനല്ലാഹ് എന്ന 33 പ്രാവശ്യവും അൽഹംദുലില്ലാഹ് എന്നത് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന ദിക്ർ 34 പ്രാവശ്യവും ചൊല്ലിക്കോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഈ 4 ദിക്റുകൾ നാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ നാം ചൊല്ലി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരിമാർ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ദിക്റുകൾ ചൊല്ലി നല്ല നിയത്തോട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കാണാനും, അതുപോലെ നേരം വെളുത്ത് നമ്മുടെ മക്കൾക്ക് ഭർത്താവിനൊക്കെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പാചകം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഉന്മേഷക്കുറവുണ്ടാവും, പ്രയാസം. ആ പ്രയാസത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. അതിനൊക്കെ പറ്റിയ വളരെ മനോഹരമായ ഒരു ദിക്റുകളാണ് ഈ ദിക്ർ. എല്ലാ ആളുകളും ചൊല്ലിക്കിടന്നാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മളെ തേടി വരും. നാം ആഗ്രഹിക്കുന്ന പല നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് പറ്റിയ ദിക്റുകളാണ്. ഒരുപാട് ഫലങ്ങൾ നമുക്ക് ഈ ദിക്റുകളെ കൊണ്ട് കഴിയും. കിടക്കുന്ന നേരം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാവും. ഈ ദിക്റുകളെ കൊണ്ട് പാപങ്ങൾ പൊറുക്കാൻ കഴിയും. ഒരുപാട് സൗഭാഗ്യം നമ്മെ തേടി വരും. മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തിയായി കിട്ടും. അതുപോലെ നമുക്ക് നാം വിചാരിക്കാത്ത ഭാഗത്തൂടെ പലതും നമുക്ക് നേടിയെടുക്കാൻ ഈ ദിക്റുകളെ കൊണ്ട് കഴിയും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഈ 4 ദിക്റുകൾ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിയതിനു ശേഷമേ കിടക്കാൻ പാടുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പലതരത്തിലാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പലതരത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ശ്രദ്ധ തിരിച്ചു കളയുന്ന പല സംഗതികളുമുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇത്ര നല്ല ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലി കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. സങ്കടങ്ങളും അതുപോലെ തന്നെ വേവലാതിയൊക്കെ അല്ലാഹു തആല പെട്ടെന്ന് തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.